ഹോർമുസ് കടലിടുക്കിലെ സംഘർഷത്തെ തുടർന്ന് കരമാർഗമുള്ള ചരക്കുനീക്കത്തിന് വേഗം കൂട്ടാനുള്ള നടപടികളുമായി ഒമാൻ. രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിൽ ക്രമീകരിക്കണമെന്ന് ഒമാൻ കസ്റ്റംസ് നിർദ്ദേശിച്ചു. കസ്റ്റംസ് പരിശോധനകളുടെ വേഗം കൂട്ടാനും ചരക്കുനീക്കത്തിലെ കാലതാമസം ഒഴിവാക്കാനുമാണ് അധികൃതരുടെ ഇടപെടൽ. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതിനാൽ ഒമാൻ തീരത്തെത്തുന്ന കപ്പലുകളുടെയും കണ്ടെയ്നറുകളുടെയും എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല UAE അടക്കം അയൽ രാജ്യങ്ങളിൽ നിന്നും റോഡ് മാർഗമാണ് കണ്ടെയ്നറുകൾ എത്തുന്നത്. ഇവയുടെ കസ്റ്റംസ് പരിശോധന പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇത് ചരക്ക് നീക്കത്തെ ബാധിക്കുമെന്നതിനാലാണ് ഒമാൻ കസ്റ്റംസിന്റെ ഇടപെടൽ. അതിർത്തി പോസ്റ്റുകൾ വഴിയുള്ള ചരക്ക് നീക്കം സുഗമമാക്കാനും കസ്റ്റംസ് പരിശോധനകളിലെ കാലതാമസം ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മാറ്റം. ജൂലൈ 15 മുതൽ കര അതിർത്തികൾ വഴി ഒമാനിലേക്ക് എത്തുന്ന എല്ലാ ചരക്കുകൾക്കും പാലറ്റുകൾ നിർബന്ധമാക്കി. സെപ്റ്റംബർ 15 മുതൽ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും വഴി എത്തുന്ന ചരക്കുകൾക്കും ഈ നിയമം ബാധകമാകുമെന്നും കസ്റ്റംസ് വ്യക്തമാക്കി. തടി, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലോഹം എന്നിവ കൊണ്ടുള്ള പാലറ്റുകളിലാണ് ചരക്കുകൾ സൂക്ഷിക്കേണ്ടത്. ദ്രാവകങ്ങൾ, വൻകിട യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ പ്രായോഗികമായി പാലറ്റുകളിൽ വെക്കാൻ സാധിക്കാത്ത സാധനങ്ങൾക്ക് ഈ നിയമത്തിൽ ഇളവുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളും ലോജിസ്റ്റിക് സ്ഥാപനങ്ങളും നിബന്ധന കൃത്യമായി പാലിക്കണമെന്നും ഇതിന് വിരുദ്ധമായി എത്തുന്ന ചരക്കുകൾ കസ്റ്റംസ് സ്വീകരിക്കില്ലെന്നും ഒമാൻ കസ്റ്റംസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.